നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് 13 പേർ മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 1789 ആയി. 1480 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ 1,73,029 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1202 പേർ കൂടി 24 മണിക്കൂറിനിടെ രോഗമുക്തി നേടി. 1,53,986 പേരാണ് ഇതുവരെ രാജ്യത്ത് രോഗമുക്തരായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 105 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുൾപ്പെടെ 741 പേരാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. സൗദി അറേബ്യയിൽ കോവിഡ് പുതുതായി ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ മുതലാണ് പുതിയ കേസുകൾ കുറഞ്ഞു തുടങ്ങിയത്. 24 മണിക്കൂറിനുള്ളിൽ പുതുതായി 799 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 548 പേർ രോഗമുക്തി നേടി. രാജ്യത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,98,435 ആയി. ഇവരിൽ 3,83,321 പേർക്ക് രോഗം ഭേദമായി. ചികിത്സയിലായിരുന്നവരിൽ 7 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 6,754 ആയി. വിവിധ ആശുപത്രികളിലും മറ്റുമായി 8,360 പേർ ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 915 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.4%, മരണനിരക്ക് 1.69%. ഖത്തറിൽ ഇന്നും 1000-നടുത്ത് പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. പുതുതായി 961 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 2 പേരാണ് വൈറസ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ഖത്തറിൽ ആകെ കോവിഡ് മരണം 333 ആയി. പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചതിൽ 796 പേർ സമ്പർക്ക രോഗികളാണ്. 165 പേർ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയവരാണ്. അതേസമയം രാജ്യത്ത് നിന്ന് പുതുതായി 549 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തി 1,69,635 ആയി. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 20,087 പേരാണ്. 1,702 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. സൗദി അറേബ്യയിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. 91 ഇനം പെട്രോളിന് 1.99 റിയാലും 95 ഇനം പെട്രോളിന് 2.13 റിയാലുമാണ് വർദ്ധിപ്പിച്ചത്. 91 ഇനം പെട്രോളിന് 1.90 റിയാലും 95 ഇനം പെട്രോളിന് 2.04 റിയാലും ആയിരുന്നു നേരത്തെ വില. അന്താരാഷ്ട്ര വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഓരോ മാസവും 10-ാം തീയതിയാണ് സൗദിയിൽ എണ്ണവിലയിൽ മാറ്റം വരുത്തുന്നത്. ദുബായിൽ റമദാനിലെ ഇഫ്താർ സമയങ്ങളിൽ സൗജന്യ വാഹന പാർക്കിംഗ് പ്രഖ്യാപിച്ചു. വൈകിട്ട് 6 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും സൗജന്യ പാർക്കിംഗ്. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയും രാത്രി 8 മുതൽ അർദ്ധരാത്രി 12 മണി വരെയും പാർക്കിങ്ങിന് ഫീസ് നൽകണമെന്ന് RTA അറിയിച്ചു. എന്നാൽ ടീകോമിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ പാർക്കിംഗ് ഫീസ് നൽകേണ്ടതുള്ളൂ. എന്നാൽ മൾട്ടി ലെവൽ പാർക്കിങ്ങുകളിൽ 24 മണിക്കൂറും ഫീസ് അടയ്ക്കണം. ഖത്തറിൽ വൈദ്യുതി ജല ഉപഭോഗം കുറച്ചുകൊണ്ടുവരാൻ പ്രത്യേക പദ്ധതിയുമായി ഭരണകൂടം. 2 വർഷം നീളുന്ന പദ്ധതിയുടെ മൊത്തം 5% ഉപഭോഗം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഖത്തർ വൈദ്യുതി ജല കോർപ്പറേഷൻ ഖഖ്റമയാണ് 2 വർഷം നീളുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ ബോധവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നത്. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും അനാവശ്യ ഉപയോഗം കുറച്ചുകൊണ്ടുവന്ന മൊത്തം ഉപഭോഗം 5% വരെ കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഖത്തർ ദേശീയ വിഷൻ 2030 ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതി 2021-2022 വർഷങ്ങളിൽ 4 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുക. മെയ് മാസം യാത്രാവിലക്ക് നീങ്ങുന്നതിന്റെ മുന്നോടിയായി സൗദിയ എയർലൈൻസ് സർവീസ് നടത്താൻ ഒരുങ്ങുന്നു. മെയ് 17-നാണ് സൗദിയിൽ കര, വ്യോമ, കടൽ മാർഗങ്ങളിലൂടെയുള്ള യാത്രാവിലക്ക് അവസാനിക്കുന്നത്. കോവിഡ് മഹാമാരിക്കിടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സൗദികൾ ഉത്സുകരാണ്. മെയ് 17-ന് അന്താരാഷ്ട്ര വിമാനങ്ങൾ മടങ്ങി വരുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യുന്നതിനായി സൗദി ഗതാഗത മന്ത്രി സാലിഹ് അൽ ജാസർ സൗദി എയർലൈൻ ഡയറക്ടർ ബോർഡുമായി ചർച്ച നടത്തി. സൗദി പൗരന്മാർക്ക് കര, വ്യോമ, കടൽ മാർഗങ്ങളിലൂടെ അന്താരാഷ്ട്ര യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചതിന്റെ തീയതി അടയാളപ്പെടുത്തും. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഖത്തറിൽ നടപ്പാക്കിയ പുതിയ നിയന്ത്രണങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിയ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം ജോലി സ്ഥലത്ത് 50% ജീവനക്കാർ മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധനയിൽ നിന്ന് 13 മേഖലകളെ ഒഴിവാക്കിയതായി മന്ത്രാലയം അറിയിച്ചു. ഇവ അവശ്യ സേവനങ്ങളാണെന്ന കാര്യം പരിഗണിച്ചാണ് ഇളവ് നൽകിയിരിക്കുന്നത്. ഇവിടങ്ങളിലെ ജോലിക്കാർ 50% കൂടിയാലും പ്രശ്നമില്ല. മറ്റു മേഖലകളിലെ സ്ഥാപനങ്ങളിൽ പകുതിയിൽ കുറവ് ജീവനക്കാർ മാത്രമേ ജോലിസ്ഥലത്ത് ഹാജരാകാൻ പാടുള്ളൂ എന്നാണ് നിയമം. ബാക്കിയുള്ളവർ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിൽ ജോലി ചെയ്യണം. റംദാന്റെ മുന്നോടിയായി 439 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. മോചിതരാവുന്ന തടവുകാരുടെ സാമ്പത്തിക ബാധ്യതകളും പരിഹരിക്കും. തടവുകാർക്ക് ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കാനും കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും സേവനത്തിന് ക്രിയാത്മകമായി സംഭാവന നൽകുവാനും ഷെയ്ഖ് ഖലീഫയുടെ നടപടി സഹായിക്കും. വ്രതമാസത്തിനു മുമ്പ് കുടുംബ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും
അമ്മമാർക്കും കുട്ടികൾക്കും സന്തോഷം നൽകുന്നതിനും മോചിതരായ തടവുകാർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനും നീതിപൂർവമായ പാതയിലേക്ക് മടങ്ങാനും അവസരമൊരുക്കുന്നു. പരിശുദ്ധ റമദാൻ മാസത്തിൽ 100 ദശലക്ഷം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഈ വർഷത്തെ റമദാനിൽ 20 രാജ്യങ്ങളിലായി 100 ദശലക്ഷം ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്യുന്നത്. UAE ആസ്ഥാനമായുള്ള മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ആണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. മതത്തിന്റെ വേർതിരിവുകളില്ലാതെ വിവിധ രാജ്യങ്ങളിലുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.